ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യം എന്തായിരിക്കും? അവർക്ക് വ്യൂസ് വരുന്നില്ല എന്നുള്ളതായിരിക്കും. അപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യും. യൂട്യൂബിലൊക്കെ ആണെങ്കിൽ എങ്ങനെ വ്യൂസ് കൂട്ടാം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്കത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ കാണാൻ കഴിയും. ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷനോ അതുപോലെ തംബ്നെയിൽ അങ്ങനെ ചെയ്യണോ അങ്ങനെ സെറ്റിങ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും അല്ലാതെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതൊക്കെ അവർ പരീക്ഷിച്ച് നോക്കും. പക്ഷേ വ്യൂസ് മാത്രം വരുന്നുണ്ടാവില്ല. നിങ്ങൾ നല്ല ടൈറ്റിൽ കൊടുക്കുന്നുണ്ടായിരിക്കും, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും, കാര്യങ്ങളൊക്കെ അങ്ങനെ. പക്ഷെ നിങ്ങളുടെ ഒരു ആഗ്രഹം ചാനൽ മോണിറ്റൈസേഷൻ ആകുക എന്നുള്ള ആ ഒരു സംഭവത്തിലേക്ക് എത്തുന്നുണ്ടായിരിക്കില്ല. ഇവിടെ ഞാൻ ആഗ്രഹം എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം നമ്മുടെ മോണിറ്റൈസേഷൻ ആകുക എന്നുള്ളതാണ് ആഗ്രഹം എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും പറയാറുണ്ട്, മോണിറ്റൈസേഷൻ ആകണം എന്നുള്ളതല്ലേ. അപ്പോൾ 1000 സബും 4000 വാച്ച് ടൈം ആയാൽ പോരാ, പകരം അവർക്ക് മാസം റവന്യൂ വരുന്ന രീതിയിലേക്ക് റീച്ച് ആകുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ ഗൾഫിലേക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ, ഗൾഫിലേക്ക് പോകുന്നത് എന്തിനാണ്? നല്ലൊരു ജോലിയൊക്കെ കിട്ടി കുടുംബം നോക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു നല്ല വരുമാനമുള്ള ഒരു ജോലി എന്നുള്ള ഒരു ആഗ്രഹമാണ് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെയാണ് മോണിറ്റൈസേഷൻ ആകണം എന്നൊരാഗ്രഹമാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്നൊരാൾ പറയുമ്പോൾ 4000 മണിക്കൂറും 1000 സബും ആകുക എന്നിട്ട് മോണിറ്റൈസേഷൻ ആകുക എന്നുള്ളതല്ല, നമുക്കൊരു റവന്യൂ വന്നു തുടങ്ങുക എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒരു പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞതാണ്, പലരും തെറ്റിദ്ധരിച്ചേക്കാം. അപ്പൊ എന്തായാലും വ്യൂസ് കൊണ്ടുവരുന്നതിനാണ് ഒരു ക്രിയേറ്റർ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതുപോലെയുള്ള ടിപ്സുകളൊക്കെ ഉപയോഗിച്ചിട്ടും വ്യൂസ് വരുന്നുണ്ടായിരിക്കില്ല. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ഒരു മാറ്റം വരുത്തേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വീഡിയോക്ക് ഇപ്പൊ നമ്മൾ ടൈറ്റിൽ നല്ല രീതിയിൽ കൊടുക്കണം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ തംബ്നെയിൽ കൊടുത്തതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? നമ്മൾ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നന്നായി വരേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഒരു വൺ ടൈം വണ്ടർ എന്നുള്ള രീതിയിലല്ലാതെ നമ്മുടെ ചാനൽ റീച്ച് ആവുകയുള്ളൂ. അപ്പോൾ നമ്മളൊരു കാറ്റഗറിയൊക്കെ തിരഞ്ഞെടുത്ത് നമ്മളിങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ നല്ല തംബ്നെയിൽ വെക്കുന്നു, നല്ല ടൈറ്റിൽ വെക്കുന്നു, ഇതൊക്കെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്തിട്ടും വ്യൂസ് വരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നിട്ടൊന്നും വ്യൂസ് വരുന്നില്ല എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങളുടെ ചാനലിൽ വലിയ മാറ്റങ്ങൾ വന്നേക്കാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറച്ച് പേരെങ്കിലും ഇതൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ട് വിജയിച്ച കാര്യമായതുകൊണ്ടാണ് ഞാനിതൊരു പബ്ലിക്കായിട്ട് നിങ്ങളോട് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചാനലൊക്കെ തുടങ്ങി ഒരു തരത്തിൽ നിങ്ങളുടെ വ്യൂസ് കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് എവിടെയോ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നേരെ നിങ്ങൾ ഇതൊന്നും ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, 1000 സബ് 4000 വാച്ച് ടൈം, അപ്പൊ എന്നാൽ വേറെ വല്ല മാർഗത്തിലൂടെ ഇത് നേടിയെടുക്കാം എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം ഇത്രയും ദിവസം നിങ്ങൾ ഏറ്റവും നന്നായിട്ട് വീഡിയോ ചെയ്തിട്ടും നിങ്ങൾക്ക് വ്യൂസ് വരുന്നില്ല എങ്കിൽ പിന്നെ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. അത് വേറെ വിഷയമാണ്, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഈ ഒരു പോയിന്റിലായിരിക്കും നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടാവുക. നമ്മുടെ ചാനലിൽ എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തുക. ഞാൻ എന്ത് വീഡിയോസ് ആണ് ഇടുന്നത്, ഇതിൽ നിന്ന് ഓഡിയൻസിന് എന്താണ് കിട്ടുന്നത്? നമുക്കിവിടെ ഒരു കുക്കിംഗ് ചാനൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ഞാൻ ചെയ്യുന്ന കുക്കിംഗ് ചാനൽ ഓഡിയൻസ് കാണുന്നില്ലല്ലോ, വ്യൂസ് വരുന്നില്ലല്ലോ. അപ്പൊ എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് നമ്മളൊന്ന് നോക്കാം. അപ്പൊ ഒരു പക്ഷേ നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോ തന്നെയാണ്, ഇങ്ങനെ കാണുമ്പോൾ ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് തോന്നിയേക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ അതേ സബ്ജക്റ്റ് റീച്ച് ആയ ഒരു വേറൊരു ചാനൽ എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. ആ ചാനലുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക, അവരെങ്ങനെയൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ക്വാളിറ്റി, ഞാൻ എക്സാമ്പിൾ പറയാണ്, വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ആദ്യം ഒന്ന് ഒരു ക്രോസ് എക്സാമിൻ ചെയ്യാം. അവരുടെ വീഡിയോ ക്വാളിറ്റി, എൻ്റെ വീഡിയോ ക്വാളിറ്റി, അവിടെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് അതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. തംബ്നെയിൽ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു പക്ഷെ നിങ്ങൾക്ക് അവിടെയും ലിമിറ്റേഷൻ ഉണ്ടായിരിക്കും. കാരണം അവർ ചെയ്യുന്നത് നല്ല സ്റ്റുഡിയോ സെറ്റപ്പിൽ നല്ല ക്യാമറ ഒക്കെ ഉപയോഗിച്ചിട്ട് ആയിരിക്കാം. നമ്മുടെ കയ്യിൽ അത്രയും ഒരു സെറ്റപ്പിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ക്വാളിറ്റി കൂട്ടാൻ കഴിയും. അപ്പം നമ്മളിത് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയാൻ കഴിയില്ല, കാരണം ലെങ്ത് കൂടുന്നതാണ്. പക്ഷെ എന്തായാലും നമുക്ക്
ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതിൽ നല്ല രീതിയിൽ വീഡിയോ സെറ്റിങ്സും കാര്യങ്ങളും മാറ്റം വരുത്തിയാൽ, നമ്മൾ പൊസിഷൻ മാറ്റം വരുത്തിയാലൊക്കെ ക്വാളിറ്റി ലഭിക്കുന്ന ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. അതൊക്കെ ചെയ്യാം. അതുപോലെ ഓഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് വോയിസ് ഓവർ ആണെങ്കിൽ നല്ല ഡെപ്തിൽ നല്ല ക്ലാരിറ്റിയിൽ കൊടുക്കാൻ കഴിയുന്ന ഓപ്ഷൻസുകളുണ്ട്. അത് നമുക്ക് മാറ്റം വരുത്താൻ കഴിയും, നമുക്ക് സോൾവ് ചെയ്യാം ഒരു പരിധി വരെ. രണ്ടാമത് ഒരു മൈക്ക്, ഇപ്പോൾ ഓൺ വോയിസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ മൈക്ക് യൂസ് ചെയ്യാം. അപ്പം അതൊക്കെ ചെയ്തു. പക്ഷെ അവിടെയും നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ല. എൻ്റെ ചാനലിൽ ഇതൊന്നുമല്ല മിസ്റ്റേക്ക് എന്ന് ഒരു പക്ഷെ തോന്നിയേക്കാം. അത് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ഡീപ്പായിട്ട് നോക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കും. അപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്തിനോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളോട് നിങ്ങളുടെ ഒരു വീഡിയോസ് അയച്ചു കൊടുക്കുക. സാധാരണ ലിങ്ക് അയച്ചു കൊടുക്കുന്ന പോലെ അയച്ചു കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ അവർ അടിപൊളി എന്ന് പറയും. ചിലപ്പോൾ കണ്ടിട്ട് പോലും ഉണ്ടായിരിക്കില്ല, സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്ലൈ അയക്കും. പക്ഷേ നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാം, ആത്മാർത്ഥതയോട് കൂടിയിട്ട് എൻ്റെ വീഡിയോ ഒന്ന് കാണും, എന്നിട്ട് ഇതിൽ എന്താണ്, ഇതിൽ മറ്റുള്ള വീഡിയോസൊക്കെ കാണുന്നതല്ലേ, ഇതിൽ എന്തൊക്കെയാണ് പോരായ്മയായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ ഇത് മുഴുവൻ കാണാൻ തോന്നുന്നുണ്ടോ, എന്താണ് ഇതിലെ കുറ്റങ്ങളും കുറവുകളും ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത് ചോദിക്കാം. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്ന ആള് വളരെ ജെനുവിനായിട്ട് അല്ലെങ്കിൽ ആത്മാർത്ഥതയോടെ പറയുന്ന ഒരാളായിരിക്കണം. ചിലപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളെ പൊക്കിയടിക്കും, അടിപൊളിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അങ്ങനത്തെ ഒരാളോട് പോയി ചോദിക്കരുത്. ഞാനത് ഇതിനൊരു എക്സാമ്പിൾ പറയാനെങ്കിൽ, ഞാനൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സിൽ ഇങ്ങനെ ഓൺലൈനായിട്ട് ഇങ്ങനെ കാണുമ്പോൾ അതിലൊരു രസകരമായിട്ടുള്ളൊരു കാര്യം, ഒരാണ് ഒരു ഭർത്താവ് എന്ന് പറയാം. ഇപ്പോൾ ഒരു ഭർത്താവ് ഡോക്ടറെ കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ ലൈഫിൽ ഇങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ കണ്ടെത്തിയിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്കതിന് കുറ്റങ്ങളും കുറവുകളും ഒന്നും ഇല്ലല്ലോ, ഞാൻ പെർഫെക്റ്റ് ആണെന്നാണ് എൻ്റെ വിശ്വാസം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ വിശ്വസിക്കണ്ട, നിങ്ങൾ അപ്പൊ എങ്ങനെ എൻ്റെ കുറ്റങ്ങളും കുറവുകളൊക്കെ എങ്ങനെ കണ്ടെത്താൻ കഴിയും എന്നുള്ളത് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങൾ നേരെ നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് പോവുക, എന്നിട്ട് ഭാര്യയുടെ ഒരു കുറ്റം പറയാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരുപാട് കുറ്റങ്ങൾ, നിങ്ങൾ എന്താ പറയുക, ഒരിക്കലും പ്രതീക്ഷിക്കാതെ നിങ്ങൾ കണ്ടെത്താത്ത ഒരുപാട് കുറ്റങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയുമെന്നുള്ളത്. അതുപോലെ നിങ്ങളുടെ ചാനലിലെ കുറ്റങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ അറിയാത്ത, അല്ലെങ്കിൽ ഇതുപോലെ ഒരാളോട് നിങ്ങൾ സത്യസന്ധമായിട്ട് പറയൂ എന്ന് പറയും. നിങ്ങൾ കണ്ടെത്തുന്ന ആള് ഏത് തരത്തിലുള്ള ആളാണ് എന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ആ ഒരാളുടെ ജെനുവിനായിട്ടുള്ള റിപ്ലൈയിലൂടെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു പാരലൽ വേൾഡിലായിരിക്കും ഇതുവരെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക, ഫാമിലി, ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ ലിങ്കൊക്കെ അയച്ചു കൊടുക്കുന്നു, അപ്പോൾ അടിപൊളി, അങ്ങനെ സൂപ്പർ എന്നൊക്കെ പറയുന്നു. നമ്മൾ വീഡിയോ എടുത്ത് നോക്കുമ്പോഴോ ഇവരൊക്കെ ഒരു 100 വ്യൂസ് ഉണ്ട് എന്ന് വിചാരിക്കാം. പക്ഷെ 100 വ്യൂസിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് നല്ല കമൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ആ വീഡിയോ റീച്ച് ആകുന്നില്ല. ഒരുപക്ഷെ അവരെ വീഡിയോ കാണുന്നുണ്ടായിരിക്കില്ല, നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കമന്റ് ഇട്ട്. അപ്പൊ നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കമന്റ് ഇടുന്ന അങ്ങനെയൊക്കെ പലരും പരാതി പറയാറുണ്ട്, വീഡിയോ കാണുന്നില്ല, കൂട്ടുകാരായാലും കുടുംബക്കാരായാലും. പക്ഷെ അത് ആരുടെ മിസ്റ്റേക്കാണ്? നമ്മുടെ മിസ്റ്റേക്കാണ്. അവരെ കൊണ്ട് വീഡിയോ കാണിപ്പിക്കുന്നില്ല, കാണിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ നമ്മൾ കയ്യും കാലും പിടിച്ചിട്ടല്ലല്ലോ കാണിപ്പിക്കേണ്ടത്, നമ്മുടെ വീഡിയോയുടെ പെർഫോമൻസ് അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മിസ്റ്റേക്ക് അവിടെ കണ്ടെത്താൻ ആർക്ക് കഴിയണം? നമുക്ക് കഴിയണം. അതല്ലാതെ നിങ്ങൾ ഇനി ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, തംബ്നെയിൽ ഇതുപോലത്തെ സെറ്റിങ്സുകളൊക്കെ മാറ്റം വരുത്തിയിട്ട് എന്ത് കാര്യം? ഞാനിതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഓഡിയൻസ് ആരാണ് എന്ന് നമ്മൾ അറിയണ്ടേ. ഇത് ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് വന്നാലാണ് നമ്മുടെ ചാനൽ റീച്ച് ആവുകയുള്ളൂ. അപ്പൊ നമ്മൾ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, തംബ്നെയിൽ ഇതൊക്കെ പറയും. നമ്മുടെ നോട്ടിഫിക്കേഷൻ ആരിലേക്ക് പോകുന്നു? നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയുള്ളവരാണ്? നമ്മളെ ഇഷ്ടപ്പെടുന്നവരല്ലേ? നമ്മൾ ഫേക്കായിട്ട് ഉണ്ടാക്കിയെടുത്തവരാണോ? ക്യാഷ് കൊടുത്ത് വാങ്ങിയവരാണോ? സബ് ചെയ്തവരാണോ? ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ നിങ്ങൾ പെർഫെക്റ്റ് ആക്കിയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്, എന്നിട്ടും വ്യൂസ് വരുന്നില്ല. അവിടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ചാനൽ എക്സാമിൻ ചെയ്യണം. നിങ്ങൾക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ട്. അത് നിങ്ങൾ ഇനി എങ്ങനെ ഞാൻ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ഈ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് നിങ്ങൾക്ക് വ്യൂസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് യൂട്യൂബിന്റെ കുറ്റമല്ല, ഉറപ്പാണ്. ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ കണ്ടെത്തി പരിഹരിക്കേണ്ടതുണ്ട്. അതിനാണ് ഞാൻ ആ ഒരു പോം വഴി. നിങ്ങൾക്ക് ഒരാളെ മാത്രമല്ല,
ഒരു കൂട്ടം ആളുകൾ എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ എടുത്തിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. ഇങ്ങനെയൊക്കെ എൻ്റെ ചാനലിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തോന്നും. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മിസ്റ്റേക്കുകൾ കണ്ടെത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ മിസ്റ്റേക്കുകൾ കണ്ടെത്തി ഒരു എൻട്രി നടത്തിയ ഒരുപാട് ചാനലുകൾ ക്ലിക്ക് ആയിട്ടുണ്ട്. മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ കറക്റ്റ് ഓഡിയൻസിന്റെ പൾസാണ് നമ്മൾ അറിഞ്ഞിട്ട് തിരുത്തുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു സർക്കിളിൽ നിന്ന് പുറത്ത് ചാടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മിസ്റ്റേക്കുകൾ കണ്ടെത്തി പരിഹരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ കണ്ട റിസൾട്ട് ആയിരിക്കില്ല. ഒരുപാട് വലിയ മാറ്റങ്ങൾ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വ്യൂസും അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും, മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ, മോണിറ്റൈസേഷൻ, ഡോളർ കയറുന്നതൊക്കെ അതിൻ്റെ കൂടെ സംഭവിക്കും. അങ്ങനെ സംഭവിക്കേണ്ടതാണ് ഈ ഒരു സംഭവം. അതല്ലാതെ നമ്മൾ പ്രസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇൻക്രീസ് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങളല്ല. അപ്പം എന്തായാലും ഈ ഒരു വിഷയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ ചാനലൊക്കെ എത്രയും വേഗത്തിൽ മോണിറ്റൈസേഷൻ ആയിട്ട് റവന്യൂ നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.